സംവരണ ബച്ചാവോ സംഘർഷ സമിതി ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് തുടങ്ങി. SC വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന സുപ്രീം കോടതി വിധിയിൽ പ്രതിഷേധിച്ചാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തത്. കേരളത്തെ ഹർത്താൽ ബാധിക്കാൻ ഇടയില്ല. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. കേരളത്തിൽ മാത്രമല്ല പുറത്തും അവർ ഈ ഗതാഗതം തടസ്സപ്പെടുത്തുന്നില്ല എന്നൊക്കെ അറിയിച്ചിട്ടില്ലേ? അവർ ഉന്നയിക്കുന്ന വിഷയം ഗൗരവതരമാണെങ്കിൽ കൂടിയും തീർച്ചയായിട്ടുമാണ് ആഷ്മി. നമുക്ക് ഈ ഹർത്താലിൻ്റെ ഒരു പ്രതിഫലനം എന്തെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനിലെ പല ഭാഗങ്ങളിലും ഉത്തർപ്രദേശിൻ്റെ ചില ഭാഗങ്ങളിലും ഈ ബന്ധുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാഹന ഗതാഗതത്തെ അടക്കം ബാധിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും പൊതുഗതാഗതത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് ഒരിടങ്ങളിലും അങ്ങനെ ഒരു വാഹന ഗതാഗതത്തെ ഒന്നും ബാധിക്കുന്ന വിധത്തിലേക്ക് വന്നിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സാധാരണ പോലെ തന്നെ ഡൽഹിയിൽ ഇന്ന് പ്രതിഷേധമുണ്ടാകും എന്ന് സംഘടനകളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സാധാരണ പോലെ തന്നെ ഡൽഹിയിലെ എല്ലായിടങ്ങളും നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഡൽഹിയിലെ ഒരു അവസ്ഥ നോക്കിയാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ വാഹന ഗതാഗതം ഒക്കെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തടസ്സമോ അല്ലെങ്കിൽ ഈ വാഹന ഗതാഗതങ്ങൾ തടസ്സപ്പെടുത്താനായിട്ടുള്ള ശ്രമമോ പൊതുഗതാഗതം തടസ്സപ്പെടുത്താനായിട്ടുള്ള ശ്രമമോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ പ്രതീകാത്മകമായിട്ട് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ട് ഈ സംഘടനകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ സംഘർഷ് ബച്ചാവോ സമിതിക്ക് ഒപ്പം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉന്നയിക്കുന്ന വിഷയം വലിയ മെറിറ്റുള്ള വിഷയമാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷെ അവർ പ്രഖ്യാപിച്ചിരുന്ന ഹർത്താൽ മെറിറ്റോറിയൻ്റഡ് ആണ്. അല്ലാതെ അവർ ഏതെങ്കിലും തരത്തിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുകയോ ഒന്നും ചെയ്യില്ല എന്ന കാര്യം അവർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേരളത്തിലെ ഹർത്താലിൻ്റെ അത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക, സ്കൂളുണ്ടോ എന്ന ചോദ്യത്തിനൊക്കെ അതാണ് അവർ മുന്നോട്ട് വെക്കുന്ന വിഷയം ദേശസ്ഥിതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ ലക്ഷ്യം ഏതെങ്കിലും ബസ് തടയുകയോ കല്ലെറിഞ്ഞ് പൊട്ടുകയോ ഒന്നും അവരുടെ ലക്ഷ്യമല്ല. മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു ഹർത്താലാണ്, അത് പുരോഗമിക്കുകയുമാണ്.